നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓഗസ്റ്റ് 5 ബുധനാഴ്ച ചില നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ഭാഗ്യനേട്ടങ്ങൾ നൽകുന്ന ദിവസമാകാം. അതേസമയം ഒരു ചെറിയ അശ്രദ്ധ കാരണം നല്ല അവസരം നഷ്ടപ്പെടുത്താനും സാധ്യതയുണ്ട്. നിങ്ങളുടെ നക്ഷത്രത്തിന് ഇന്നത്തെ ദിവസം എന്താണ് കരുതി വച്ചിരിക്കുന്നതെന്ന് അറിയാൻ അവസാനം വരെ കണ്ടറിയൂ. അശ്വതി നക്ഷത്രം. ഇന്ന് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ദിവസമാണ്. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവസരം ലഭിച്ചേക്കാം. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ ഇന്ന് ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്ത കേൾക്കാൻ സാധ്യത ഉണ്ട്. യാത്രകൾ ഗുണകരമാകും. മഹാഗണപതിയെ പ്രാർത്ഥിക്കുന്നത് ഇന്ന് ശുഭഫലം നൽകും. അടുത്തത് ഭരണി നക്ഷത്രം. കുറച്ചു നാളായി മനസ്സിലുണ്ടായിരുന്ന വിഷമങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. തൊഴിൽ രംഗത്ത് അനുകൂല മാറ്റങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം. ചെലവുകൾ നിയന്ത്രിച്ചാൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ബന്ധങ്ങളിൽ ക്ഷമ പാലിക്കുക. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് ഇന്ന് ശുഭഫലം നൽകും. അടുത്തത് കാർത്തിക നക്ഷത്രം. കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന ദിവസമാണ്. പുതിയ അവസരങ്ങൾ ഇന്ന് മുന്നിലെത്തും. സുഹൃത്തുക്കളുടെ സഹായം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. ആരോഗ്യം ശ്രദ്ധിക്കുക. അനാവശ്യ വാക്ക് തർക്കങ്ങൾ ഇന്ന് ഒഴിവാക്കുക. സൂര്യ നമസ്കാരം ചെയ്യുന്നത് ഇന്ന് ശുഭഫലം നൽകും. അടുത്തത് രോഹിണി നക്ഷത്രം. കുടുംബത്തിൽ ഐക്യവും സന്തോഷവും ഇന്ന് വർദ്ധിക്കും. സാമ്പത്തിക നേട്ടത്തിന് സാധ്യത കാണുന്നു. പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരുടെ ഉപദേശം തേടുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുന്നത് ഇന്ന് ശുഭഫലം നൽകും. അടുത്ത് മകയിരം നക്ഷത്രം. തൊഴിൽ മേഖലയിൽ പുതിയ പ്രതീക്ഷകൾ ഉയരും. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല വാർത്ത ലഭിക്കാം. ദാമ്പത്തിക ജീവിതത്തിൽ പരസ്പര ധാരണ വർദ്ധിക്കും. ആരോഗ്യം ശ്രദ്ധിക്കുക. ക്ഷേത്ര ദർശനം നടത്തുന്നത് ഇന്ന് ശുഭഫലം നൽകും. തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രത്തിൽ നിന്ന് അല്പം ക്ഷമ ആവശ്യമായ ദിവസമാണ്. തിരക്ക് പിടിച്ച ജോലികൾക്കിടയിലും സമാധാനം കൈവിടരുത്. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക. കുടുംബാംഗങ്ങളുടെ പിന്തുണ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഭഗവാൻ ശിവനെ പ്രാർത്ഥിക്കുന്നത് ഇന്ന് ശുഭഫലം നൽകും. അടുത്ത നക്ഷത്രം പുണർദം. പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യം അനുകൂലിക്കുന്ന ഒരു ദിവസമാണ്. പുതിയ തുടക്കങ്ങൾക്ക് ഇന്ന് നല്ല സമയം. ജോലിയിൽ അംഗീകാരം ലഭിക്കാൻ സാധ്യത കാണുന്നു. സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസരങ്ങൾ ഇന്ന് ലഭിക്കും. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഇന്ന് ശുഭഫലം നൽകും. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രം. ഇന്ന് പൂയം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ദിവസമാണ്. ഏറെ നാളായി കാത്തിരുന്ന ഒരു കാര്യം പൂർത്തിയാക്കാൻ ഇന്ന് സാധ്യത ഉണ്ട്. ജോലിസ്ഥലത്ത് അംഗീകാരവും സഹപ്രവർത്തകരുടെ പിന്തുണയും ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഇന്ന് ഉണ്ടാകും. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് ഇന്ന് ശുഭഫലം നൽകും. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രത്തിന് ഇന്ന് സംസാരത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ദിവസമാണ്. ഒരു ചെറിയ വാക്കുപോലും ഇന്ന് തെറ്റിദ്ധാരണകൾക്ക് കാരണമായേക്കാം. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വരാം. ആരോഗ്യകാര്യങ്ങളിൽ ഇന്ന് അശ്രദ്ധ കാണിക്കരുത്. സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത ആവശ്യമാണ്. നാഗദേവതാ പ്രാർത്ഥന ഇന്ന് ശുഭഫലം നൽകും. അടുത്ത നക്ഷത്രം മകം നക്ഷത്രം. മകം നക്ഷത്രത്തിന് നേതൃത്വ ഗുണം പ്രകടമാകുന്ന ഒരു ദിവസമാണ്. ജോലിയിൽ ഇന്ന് മുന്നേറ്റം ഉണ്ടാകും. കുടുംബാംഗങ്ങളിൽ നിന്ന് ഇന്ന് പിന്തുണ ലഭിക്കും. പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ ഇന്ന് നല്ല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഇന്ന് നേട്ടമുണ്ടാകാം. സൂര്യദേവനെ പ്രാർത്ഥിക്കുന്നത് ഇന്ന് ശുഭഫലം നൽകും. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രം. പൂരം നക്ഷത്രത്തിൽ നിന്ന് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി ഇന്ന് പുരോഗതി പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കും. പഴയ പ്രശ്നങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. മഹാലക്ഷ്മി പ്രാർത്ഥന ഇന്ന് ശുഭഫലം നൽകും. അടുത്ത നക്ഷത്രം ഉത്തര നക്ഷത്രം.
ഉത്തര നക്ഷത്രത്തിന് ഇന്ന് തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ അനുകൂലമായി മാറും. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. അനാവശ്യ ചെലവുകൾ ഇന്ന് ഒഴിവാക്കുക. പുതിയ ആളുകളുമായുള്ള പരിചയം ഇന്ന് നിങ്ങൾക്കുണ്ടാകും. ആദിത്യ ഹൃദയം പാരായണം ചെയ്യുന്നത് ഇന്ന് ശുഭഫലം നൽകും. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രം. അത്തം നക്ഷത്രത്തിൽ നിന്ന് ആത്മവിശ്വാസം വർദ്ധിക്കും. ജോലികൾ സമയത്ത് പൂർത്തിയാക്കാൻ ഇന്ന് നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാനും ഇന്ന് സാധ്യത കാണുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ഇന്ന് സന്തോഷം വർദ്ധിക്കും. ശ്രീകൃഷ്ണ പ്രാർത്ഥന ഇന്ന് ശുഭഫലം നൽകുന്നതാണ്. അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രത്തിന് കുറച്ച് ശ്രദ്ധയും ക്ഷമയും ആവശ്യമായ ഒരു ദിവസമാണ്. വേഗത്തിൽ തീരുമാനങ്ങൾ ഇന്ന് എടുക്കാതിരിക്കുക. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ഇന്ന് ലഭിക്കും. ആരോഗ്യം ഇന്ന് ശ്രദ്ധിക്കുക. ദേവി പ്രാർത്ഥന ഇന്ന് ശുഭഫലം നൽകും. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രം. ചോതി നക്ഷത്രത്തിൽ നിന്ന് സൂചനകൾ നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. ഏറെ നാളായി കാത്തിരുന്ന ഒരു വാർത്ത ഇന്ന് നിങ്ങളെ തേടിയെത്താൻ സാധ്യത കാണുന്നു. ജോലി ബിസിനസ് മേഖലയിൽ ഇന്ന് പുതിയ അവസരങ്ങൾ ലഭിക്കും. സാമ്പത്തികമായി ഇന്ന് പുരോഗതി കാണുന്നു. കുടുംബാംഗങ്ങളുമായി ഇന്ന് നല്ല സമയം ചെലവഴിക്കാൻ കഴിയും. മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് ഇന്ന് ശുഭഫലം നൽകും. അടുത്ത നക്ഷത്രം വിശാഖ നക്ഷത്രം. വിശാഖ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ഭാഗ്യം ചിലർക്ക് ലഭിക്കാവുന്ന ഒരു ദിവസമാണ്. പുതിയ കരാറുകൾക്കും ബിസിനസ് തീരുമാനങ്ങൾക്കും ഇന്ന് അനുകൂല സമയം. കടം സംബന്ധിച്ച കാര്യങ്ങളിൽ ഇന്ന് ആശ്വാസം ലഭിച്ചേക്കാം. അനാവശ്യ വാക്കുതർക്കങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഗുരുവിനെ പ്രാർത്ഥിക്കുന്നത് ഇന്ന് ശുഭഫലം നൽകും. അടുത്ത നക്ഷത്രം അനിഴം. അനിഴ നക്ഷത്രക്കാർക്ക് കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ഇന്ന് ലഭിക്കും. ജോലിസ്ഥലത്ത് സ്ഥാനക്കയറ്റത്തിനോ പുതിയ ഉത്തരവാദിത്തത്തിനോ ഇന്ന് സാധ്യത കാണുന്നു. കുടുംബജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുന്ന ഒരു ദിവസമാണ്. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ പുലർത്തണം. ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഇന്ന് ശുഭഫലം നൽകും. അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രത്തിൽ നിന്ന് സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ട ദിവസമാണ്. വലിയ നിക്ഷേപങ്ങൾ മാറ്റിവെക്കുന്നത് ഇന്ന് ഉത്തമമാണ്. സുഹൃത്തുക്കളുടെ സഹായം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. മനസ്സമാധാനം നിലനിർത്താൻ ശ്രമിക്കേണ്ടതാണ്. ഭദ്രകാളി പ്രാർത്ഥന ഇന്ന് ശുഭഫലം നൽകും. അടുത്ത നക്ഷത്രം മൂലം. മൂലം നക്ഷത്രത്തിന് പുതിയ തുടക്കങ്ങൾക്ക് നല്ല ദിവസമാണ്. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ന് അനുകൂല വാർത്ത ലഭിക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് മികച്ച നേട്ടങ്ങൾ കൈവരും. കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുന്ന ദിവസമാണ്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഇന്ന് ശുഭഫലം നൽകും. അടുത്ത നക്ഷത്രം പൂരാടം. പൂരാടം നക്ഷത്രത്തിന് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന പല കാര്യങ്ങളിലും ഇന്ന് വിജയം നേടാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ ഇന്ന് തുറക്കപ്പെടും. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ആരോഗ്യം പൊതുവെ അനുകൂലമായിരിക്കും. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് ഇന്ന് ശുഭഫലം നൽകും. അടുത്ത നക്ഷത്രം ഉത്രാടം. ഉത്രാട നക്ഷത്രക്കാർക്ക് ഇന്ന് ക്ഷമയും വിവേകവും ഏറ്റവും വലിയ ശക്തിയാകും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ അഭിപ്രായത്തിന് ഇന്ന് വില ലഭിക്കും. കുടുംബാംഗങ്ങളുടെ പിന്തുണ ഇന്ന് സന്തോഷം നൽകും. ചെലവുകൾ നിയന്ത്രിക്കുന്നത് ഇന്ന് നല്ലതാണ്. സൂര്യഭഗവാനെ ആരാധിക്കുക. അടുത്ത നക്ഷത്രം തിരുവോണം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഇന്ന് ശുഭദിനമാണ്. ജോലി ബിസിനസ് മേഖലയിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി ഇന്ന് നേട്ടങ്ങൾ ലഭിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഇന്ന് നിലനിൽക്കാം. ശ്രീ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് ഇന്ന് ഐശ്വര്യം വർദ്ധിക്കും. അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രം. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താൻ സാധ്യത കാണുന്നു. സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ ഇന്ന് എടുക്കുക. ആരോഗ്യം ശ്രദ്ധിക്കുക. ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഇന്ന് ശുഭഫലം നൽകും. അടുത്ത നക്ഷത്രം ചതയം. ചതയ നക്ഷത്രക്കാർക്ക് ഇന്ന് അപ്രതീക്ഷിതമായ ഒരു നല്ല വാർത്ത സന്തോഷം നൽകും. ജോലിയിൽ അംഗീകാരവും ബിസിനസ്സിൽ പുതിയ വളർച്ചയും ഇന്ന് ഉണ്ടാകാം.
കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ദൃഢമാകും. അനാവശ്യ ആശങ്കകൾ ഇന്ന് ഒഴിവാക്കേണ്ടതാണ്. ശിവനാമസ്മരണം ഇന്ന് ശുഭഫലം നൽകും. അടുത്ത നക്ഷത്രം ഓരോരൊട്ടാതി. ഓരോട്ടാതി നക്ഷത്രക്കാർക്ക് ദീർഘകാലമായി ആഗ്രഹിച്ച ഒരു കാര്യത്തിൽ ഇന്ന് മുന്നേറ്റം ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി ഇന്ന് മെച്ചപ്പെടും. പുതിയ സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസമാണ്. മഹാലക്ഷ്മി പ്രാർത്ഥന ഇന്ന് ഐശ്വര്യത്തിന് ശുഭഫലം നൽകും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിന്ന് ക്ഷമയും ആത്മവിശ്വാസവും നിങ്ങളുടെ വിജയത്തിലേക്ക് നയിക്കുന്ന ദിവസമാണ്. തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ മാറി തുടങ്ങും. കുടുംബാംഗങ്ങളിൽ നിന്ന് സന്തോഷകരമായ വാർത്ത ഇന്ന് ലഭിക്കാം. ദത്താത്രേയ ഭഗവാനെയോ മഹാവിഷ്ണുവിനെയോ പ്രാർത്ഥിക്കുന്നത് ഇന്ന് ശുഭഫലം നൽകും. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രക്കാർക്ക് ഇന്ന് വളരെ പ്രതീക്ഷ നൽകുന്ന ദിവസമാണ്. പുതിയ തുടക്കങ്ങൾക്കും യാത്രകൾക്കും അനുകൂലമായ ദിവസമാണ്. ധനകാര്യത്തിൽ ഇന്ന് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കും. ശ്രീകൃഷ്ണനെയോ മഹാവിഷ്ണുവിനെയോ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്നത് ഇന്ന് ശുഭഫലം നൽകും. ഇന്നത്തെ നക്ഷത്രഫലം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നക്ഷത്രവും സ്ഥലവും കമൻ്റായി രേഖപ്പെടുത്തൂ. എല്ലാ കമൻറ്റുകളും വായിച്ച് കഴിയുന്നത്ര പേർക്ക് മറുപടി നൽകാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. എല്ലാവർക്കും ശുഭദിന ആശംസകൾ. നന്ദി.